ഇതിന്റെ ഭയാനകത മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മറ്റൊരു ഭയാനകമായ ഹദീസ്, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ ആയി കഴിഞ്ഞാൽ യഖ്റുജു മിൻ ജഹന്നമ ഹയ്യതാ, നരകത്തിൽ നിന്നൊരു പാമ്പ് വരുന്നതാണ്, നരകത്തിൽ നിന്നൊരു പാമ്പ് പുറപ്പെടുന്നതാണ്. ജുറൈസ്, ആ പാമ്പിന്റെ പേര് ജുറൈസ് എന്നാണ്. മുത്ത് റസൂലുള്ള പറയാണ്, റദ്സുഹാ ഫൗഖസ് സമാഇ സാബിആ, ആ പാമ്പിന്റെ തലയുടെ വലിപ്പം എങ്ങനെയെന്നറിയുമോ? ഫൗഖസ് സമാഇ സാബിആ, 7 ആകാശത്തിനേക്കാൾ മുകളിലാണ് അതിന്റെ തല, 7 ആകാശത്തിനേക്കാൾ വലുതാണ് അതിന്റെ തല. പിന്നെയും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വദനബുഹാ തഖ്തൽ അർളി സാബിആ, ആ പാമ്പിന്റെ വാല് തഖ്തൽ അർളി സാബിആ, 7 ഭൂമിക്കടിയിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. വസഫഅതുഹുമാ മിനൽ മശ്രിഖിൽ മഗ്രിബി, ആ പാമ്പിന്റെ ചുണ്ട് പടിഞ്ഞാറിൽ നിന്ന് തെക്കിലേക്ക് പോകുന്നത്ര ദൂരമാ. സുമ്മ യുനാദി ഫീ അർസാത്തിൽ ഖിയാമ, ആ പാമ്പ് നാളെ ഖിയാമത്ത് നാളിൽ വന്നുകൊണ്ട് വിളിച്ചു പറയും, ഇലാഹി ഐന അഹ്ലി, അല്ലാഹുവേ ഞാൻ ഉദ്ദേശിക്കുന്നവരുടെ എന്റെ അഹ്ലുകാരെവിടെ? അല്ലാഹ് വയഖൂലു ലഹാ ജിബ്രീൽ മാദാ തത്ലുബു യാ ജുറൈസ്, ആ നേരത്തെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ജുറൈസിനോട് ചോദിക്കുന്നു, എന്താണ് ജുറൈസ് നീ അന്വേഷിക്കുന്നത്? ഖാലത്ത് അത്ലുബു ഹംസത്തുൻ നഫരി മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹ്, ഞാൻ അന്വേഷിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള 5 വിഭാഗം ആളുകളെയാ. 5 വിഭാഗം ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് 5 വിഭാഗം ആളുകളെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കും, മഹാഉലാഹി, ആരാണ് ആ 5 വിഭാഗം? നേരത്തെ ജുറൈസ് എന്ന പാമ്പ് പറയുന്നു, അവ്വലുഹാ താരീഖസ്സലാത്ത്, നിസ്കാരം ഉപേക്ഷിക്കുന്നവനാണ് ജുറൈസ് എന്ന പാമ്പ്. നാളെ നരകത്തിൽ ജുറൈസ് എന്ന പാമ്പ് അന്വേഷിക്കുന്ന ഒന്നാമത്തെ ആള് താരീഖസ്സലാത്ത്, നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണ്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നിസ്കാരം നമ്മൾ കുട്ടികളിയാക്കാൻ പറ്റില്ല, മുത്ത് റസൂലുള്ളാഹിന്റെ വാക്കാണ്. ജുറൈസ് എന്ന പാമ്പിനെ തന്നെ, ജുറൈസ് എന്ന പാമ്പിന്റെ തല, അതിന്റെ വാല്, അതിന്റെ ചുണ്ട് മുത്ത് റസൂലുള്ളാഹി വിവരിച്ചത് എത്ര ഭയാനകമാണ് പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ പാമ്പ് തേടുന്ന രണ്ടാമത്തെ വിഭാഗമാരാ? വസാനി മാനിഉസ് സകാത്ത്, സകാത്ത് പിടിച്ചു വെക്കുന്നവനാണ്. സകാത്ത് കൊടുക്കാതെ അത് പിടിച്ചു വെക്കുക, കൊടുക്കാതെ മടിച്ചു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മൂന്നാമതായി കൊണ്ട് പറയുന്നു, വസാലിസു ശാരിബുൽ ഖംരി, മൂന്നാമതായി ജുറൈസ് എന്ന പാമ്പ് അന്വേഷിക്കുന്നത് കള്ള് കുടിയാ നിന്നയാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതായി റസൂൽ പറഞ്ഞു, വറാബിഉ ആഖിൽ വാലിദൈൻ, നാലാമതായി എന്നറിയുമോ? മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരാ. ഇത് നമ്മൾ വളരെയധികം ചിന്തിക്കണം. ഇതൊക്കെ ജുറൈസ് എന്ന പാമ്പ് കുത്തി വലിക്കുന്ന ടീമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അഞ്ചാമതായി മുത്ത് റസൂലുള്ളാഹി പറയുന്നു, മൻ തകല്ലമ ബികലാമി ദുനിയാ ഫിൽ മസ്ജിദി, ആരെങ്കിലും പള്ളിയിൽ നിന്ന് ദുനിയാവിന്റെ വർത്തമാനം, ദുന്യവിയായ സംസാരം, വർത്തമാനം പറഞ്ഞാ അവരെയും കാത്തിരിക്കുന്നു നാളെ നരകത്തില് ജുറൈസ് എന്ന പാമ്പെന്ന് ലോകത്തിന്റെ നിധിയെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ഈ 5 വിഭാഗത്തിൽ കടലിൽ പെട്ടാൽ നമ്മുടെ ഭയാനകമായി നമ്മൾ ആകെ കുടുക്കലാകും. പടച്ചുറപ്പ് കാത്തിരിച്ചിരിക്കും.